നമസ്കാരം. 9th സ്റ്റാൻഡേർഡ് മാത്സിലെ 2025 ഓണപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ ആണ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഈ വീഡിയോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ 26 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അത് 4 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ എ, ബി, സി, ഡി. നമുക്ക് സെക്ഷൻ എ നോക്കാം. സെക്ഷൻ എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻ റെപ്രസെൻറ്റ്സ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് 3 times a number added to 5 times another number gives 18. അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് 3 times a number. അപ്പം നമ്പേഴ്സ് എക്സും വൈയും ആയിട്ട് എടുക്കുക. 2 നമ്പേഴ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. 3 times a number എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്പർ എക്സ്, 3x, added to പ്ലസ് 5 times another number y ആണ്. 5 times another 5y is equal to കിട്ടുന്നതാണ് 18. അപ്പോൾ ഇതിലെ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 3x + 5y is equal to 18 എന്നുള്ള ഓപ്ഷനാണ് കറക്റ്റ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ ലൈസ് ബിറ്റ്വീൻ √2 and √3. √2നും √3യിലും ഇടയിൽ കിടക്കുന്ന നമ്പർ ഏതാണ്? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 1 1/4, 1 1/2, 1 3/4, 2. നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 1 1/4 എന്നുള്ളത് ആദ്യം √2ൻ്റെ വാല്യൂ എന്താണ്? 1.414. √3 എന്താണ്? 1.732. അപ്പോൾ ഇതിനിടയിൽ വരണം. എ എന്നുള്ള ഓപ്ഷൻ എന്താണ്? എ എന്നുള്ള ഓപ്ഷൻ 1 1/4 ആണ്. 1 1/4 എന്ന് പറഞ്ഞാൽ 1.25 ആണ്. ഇതെങ്ങനെയാണ് കിട്ടുന്നത് നിങ്ങൾക്ക് അറിയാലോ. അതായത് ഈ മിക്സ്ഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പറായിട്ട് കൺവേർട്ട് ചെയ്യണം. അത് 1 × 4 പ്ലസ് ന്യൂമറേറ്റർ 1 ഹോൾ ഡിവൈഡ് ബൈ 4. 1 × 4 ആണ്. 4 + 1 എന്താണ്? 5 വരും. 5/4. 5നെ 4 കൊണ്ട് ഡിവിഷൻ ചെയ്യുമ്പോൾ 1.25 കിട്ടും. ഇതേപോലെ. അപ്പോൾ എ എന്നുള്ള ഓപ്ഷൻ ഇതാണ്. ഈ 1.25 എന്ന് പറഞ്ഞാൽ ഇതിനിടയിലല്ല അല്ലേ, 1.4നേക്കാളും താഴെയാണ്. ഇനി ബി എന്നുള്ള ഓപ്ഷൻ നോക്കാം. അതായത് ഇതാണ് 1 1/2 ആണ്. 1 1/2 എന്ന് പറഞ്ഞാൽ 1.5 ആണ്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇത് പിന്നത്തേക്ക് പോകേണ്ട കാര്യമില്ല. 1.5 എന്ന് പറയുന്നത് ഈ 1.4നും 1.7നും ഇടയിലാണ്. ബി എന്നുള്ള ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ 4 പാരലൽ ലൈൻസ് വിത്ത് സെയിം ഡിസ്റ്റൻസ് അപ്പാർട്ട് ആൻഡ് എ സ്ലാൻഡഡ് ലൈൻ ആർ ഡ്രോൺ. ഇഫ് എ ബി is equal to 2 centimeters then ബി സി is equal to ഡാഷ്. ഇവിടെ നമുക്ക് 4 പാരലൽ ലൈൻസ് തന്നിട്ടുണ്ട്. അത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഈക്വൽ ആണ്. അതായത് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എല്ലാം സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സ്ലാൻഡഡ് ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ട്. എ ബി is equal to 2 centimeter ആണ്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എല്ലാം ഈക്വൽ ആണെങ്കിൽ എ ബി 2 ആണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ളതും 2 ആയിരിക്കും, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ളതും 2 ആയിരിക്കും. ഇഫ് എ ബി is equal to 2 centimeter ഫൈൻ ബി സി. അപ്പോൾ ബി സി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. ബി സി എന്തായിരിക്കും? 4 ആയിരിക്കും. 4 centimeter. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. Question number 4. 20 1/2 into 10 1/2 is equal to 20 into 10 plus 1/2 into 20 plus 10 plus dash. ഇവിടെ ഡാഷ് ഇതാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അതായത് ഇവിടെ പറയുന്നത് 20 into 1/2. 20 into അല്ല, സോറി, 20 1/2. 20 1/2 into 10 1/2 is equal to 20 into 10 plus 1/2 into 20 plus 10 plus dash. നമുക്ക് 20 1/2 നമുക്ക് എങ്ങനെ എഴുതാം? 20 plus 1/2 എന്ന് എഴുതാമല്ലോ. ഇൻറ്റു 10 1/2 നമുക്ക് എങ്ങനെ എഴുതാം? 10 plus 1/2. ഇത് എക്സ്പാൻഡ് ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടില്ലേ എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി എന്താണ്? ഇവിടെ എഴുതുകയാണ്. എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി ഇസ് ഈക്വൽ ടു എ സി പ്ലസ് എ ഡി പ്ലസ് ബി സി പ്ലസ് ബി ഡി. അതുപോലെ നമുക്ക് ഇവിടെ എക്സ്പാൻഡ് ചെയ്യാം. 20 into 10 plus 20 into
1/2 പ്ലസ് 1/2 ഇൻറ്റു 10 ഇൻറ്റു 1/2 പ്ലസ് 1/2 ഇൻറ്റു 1/2 ഇൻറ്റു 1/2 ഈക്വൽ ടു 20 ഇൻറ്റു 10. ഇവിടെ നോക്ക്, ഇവിടെയും 1/2 ഉണ്ട്, ഇവിടെയും 1/2 ഉണ്ട്. അപ്പോൾ 1/2 കോമൺ ഫാക്ടർ ആയിട്ട് എടുക്കാം. 1/2 ഇൻറ്റു ഇവിടെ എന്ത് വരും 20 പ്ലസ് 10 പ്ലസ് ഇവിടെ 1/2 ഇൻറ്റു 1/2 എന്താണ് 1/4. അപ്പോൾ ഇതാണ് നമ്മുടെ മിസ്സിംഗ് ടേം. ആൻസർ എന്താണ് 1/4. അപ്പോൾ അതിൽ ഓപ്ഷൻ 1 കൊടുത്തിട്ടുണ്ട് 1/4 എന്ന്. ഇതാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ എ. In figure, which of the following triangle has circumcircle on any of its sides? സർക്കംസർക്കിൾ ട്രയാങ്കിൾ സൈഡ്സിൽ വരണമെങ്കിൽ അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കണം. ഇവിടെ ബി ഓപ്ഷനാണ് കറക്റ്റ്, അതാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ആറാമത്തെ ക്വസ്റ്റ്യൻ. ഫോർ എനി 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്, ഫസ്റ്റ് കണ്ടീഷൻ സം ഓഫ് 2 numbers at the ends and sum of 2 numbers in the middle are equal. Second, product of 2 numbers at the ends and product of 2 numbers in the middle are equal. Third, the difference between the product of 2 numbers at the ends and product of 2 numbers in the middle is 2. Fourth, sum of first 2 numbers and sum of next 2 numbers are equal. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്ക് ഏതാണത് കറക്റ്റ് എന്ന് നോക്കാം. 4 കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്, അതായത് അടുത്തടുത്തുള്ള 4 നമ്പേഴ്സ്. നമുക്ക് 1 2 3 4 അടുത്തടുത്തുള്ള 4 നമ്പേഴ്സ് എടുത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് സം ഓഫ് 2 numbers at the ends and sum of 2 numbers in the middle. രണ്ട് എൻഡിലുള്ളത് 1ഉം 4ഉം. 1 + 4 എന്താണ് 5. മിഡിലുള്ള ടേം എന്താണ് 2 + 3 അത് 5. അപ്പോൾ അത് രണ്ടും സെയിം ആയിരിക്കുമെന്ന്. സം ഓഫ് 2 numbers at the ends and sum of 2 numbers in the middle are equal. അപ്പോൾ ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കറക്റ്റാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് പ്രോഡക്റ്റ് ഓഫ് 2 numbers at the ends and product of 2 numbers in the middle are. ഇതുപോലെ എൻഡിലുള്ള നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് 1 × 4 = 4. മിഡിലുള്ള നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ഇത് ഈക്വൽ അല്ല. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ അല്ല, ഫോൾസ് ആണ്. അതുപോലെ മൂന്നാമത്തെ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഡക്റ്റ് ഓഫ് 2 numbers at the ends and product of 2 numbers in the middle is 2. അതായത് ഈ മിഡിലും അതുപോലെ എൻഡിലും പ്രൊഡക്റ്റിന് തമ്മിലുള്ള ഡിഫറൻസ് 2 ആണെന്ന്. പ്രൊഡക്റ്റുകൾ നമ്മളിവിടെ കണ്ടിട്ടുണ്ടല്ലോ 6ഉം 4ഉം, അതിൽ ഡിഫറൻസ് 2 ആണെന്ന്. അത് കറക്റ്റാണ്. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ഇനി നാലാമത്തത് സം ഓഫ് ഫസ്റ്റ് 2 numbers ആൻഡ് സം ഓഫ് നെക്സ്റ്റ് 2 numbers ആർ ഈക്വൽ. ആദ്യത്തെ 2 നമ്പേഴ്സിൻ്റെ സമ്മും അതാണ് 1 + 2 3. പിന്നത്തെ 2 നമ്പേഴ്സിൻ്റെ സമ്മും ഈക്വൽ ആണെന്ന്. ഇവിടെ ഈക്വൽ ആണോ? അല്ല. അപ്പം നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ഫോൾസ് ആണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് ഒന്ന് നോക്കിയേ. അപ്പോൾ ഇവിടെ ഏത് ഓപ്ഷനാണ് കറക്റ്റ് നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞാൽ ഏതൊക്കെയാണ് ട്രൂ എന്നുള്ളത്. ഫസ്റ്റ് ട്രൂ ആണ്, പിന്നെ തേർഡും. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആർ ട്രൂ, അത് തെറ്റാണ്. സെക്കൻഡ് ആൻഡ് തേർഡ് ആർ ട്രൂ, അതും തെറ്റാണ്. ഫസ്റ്റ് ആൻഡ് തേർഡ് ആർ ട്രൂ, അതാണ് നമ്മൾ ട്രൂ ആണെന്ന് കണ്ടുപിടിച്ചത്. ഫസ്റ്റും തേർഡും ട്രൂ ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഏഴാമത്തെ നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 1, ദ ലെങ്ത് ഓഫ് ദ ഡയഗണൽ ഓഫ് എ സ്ക്വയർ വിത്ത് സൈഡ് 1 meter is √2 meter. Second statement, if another square is drawn on the diagonal of a given square, the area of the second square is twice the area of the first square. ഏതൊക്കെ ഈ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് നോക്കാം. ഇതൊരു സ്ക്വയർ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് 1 meter സൈഡാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡയഗണൽ √2 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്ത് ഈ സൈഡ് സ്ക്വയർ പ്ലസ് ഈ സൈഡ് സ്ക്വയർ ആണ് ഇത് വരുന്നത്, ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ 1 square + 1 square എന്താണ് 2. അപ്പം അതിൻ്റെ സ്ക്വയർ റൂട്ടല്ലേ സൈഡ് വരുന്നത്. അപ്പോൾ √2 ആണ് ഡയഗണൽ. ഇനി പറഞ്ഞിരിക്കുന്നത് another square is drawn on diagonal of a given square, the area of the second square is twice the area of the first square. അതായത് ഈ ഡയഗണൽ സൈഡ് വരുന്ന വേറൊരു സ്ക്വയർ വരച്ചാൽ ഈ √2 സൈഡ് വരുന്ന വേറൊരു സ്ക്വയർ, ഇതിൻ്റെ സൈഡെല്ലാം √2 ആണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്തായിരിക്കും? ഈ √2 സൈഡ് വരുന്ന സ്ക്വയറിൻ്റെ ഏരിയ എന്താണ്? സ്ക്വയറിൻ്റെ ഏരിയ സൈഡ് ഇൻറ്റു സൈഡാണ്, √2 × √2. അപ്പോൾ എന്ത് വരും? √2 × √2 എന്താണ് 2 meter സ്ക്വയർ വരും ഏരിയ.
അപ്പോൾ ഫസ്റ്റ് സ്ക്വയറിൻ്റെ ഏരിയ എന്താണ്? ഈ 1 1 വരുന്ന സ്ക്വയറിൻ്റെ ഏരിയ 1 മീറ്റർ സ്ക്വയർ ആണ്. √2 സൈഡ് വരുന്ന സ്ക്വയറിൻ്റെ ഏരിയ 2 മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഈ ഇതിൻ്റെ ഡബിൾ അല്ലേ ഈ സെക്കൻഡ് സ്ക്വയറിൻ്റെ ഏരിയ. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഫോൾസ്. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, നമ്മൾ കണ്ടല്ല, അതിൻ്റെ ഡയഗണൽ √2 ആയിരിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതും കറക്റ്റാണ്. ദ ഏരിയ ഓഫ് ദ സെക്കൻഡ് സ്ക്വയർ ഈസ് ടോയ്സ് ദ ഏരിയ ഓഫ് ദ ഫസ്റ്റ് സ്ക്വയർ, അതും ശരിയാണ്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും ട്രൂ ആണ്. അപ്പോൾ ഇവിടെ ബോത്ത് ആർ ട്രൂ എന്നുള്ള ഓപ്ഷൻ സിയും ഡിയും ആണ്. ഇനി അതിൽ ഏതാണ് കറക്റ്റ് എന്നോ അതിൽ എന്താണ് വ്യത്യാസം എന്ന് നോക്കാം. സിയിൽ പറഞ്ഞിരിക്കുന്ന ബോത്ത് ആർ ട്രൂ, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ദ റീസൺ ഫോർ ദ സ്റ്റേറ്റ്മെൻറ്റ് 1. സ്റ്റേറ്റ്മെൻറ്റ് 2 സ്റ്റേറ്റ്മെൻറ്റ് 1ൻ്റെ റീസണാണ്. ശരിയാണല്ലോ, ഇതിൻ്റെ സൈഡാണല്ലോ ഇതിൻ്റെ ഡയഗണലായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ബോത്ത് ആർ ട്രൂ, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ദ റീസൺ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് 1. എട്ടാമത്തെ ചോദ്യം നോക്കിയേ. ഇൻ ട്രയാങ്കിൾ എ ബി സി ഡി ഇ ആർ ദ മിഡ് പോയിന്റ്സ് ഓഫ് സൈഡ്സ് എ ബി ആൻഡ് എ സി റെസ്പെക്റ്റീവ്ലി. സ്റ്റേറ്റ്മെൻറ്റ് 1 ദ ലെങ്ത് ഓഫ് ബി സി ഈസ് 8 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ലെങ്ത് ഓഫ് ഡി ഈസ് 5 മീറ്റേഴ്സ്. അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് 2 ഇൻ എനി ട്രയാങ്കിൾ ദ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് 2 സൈഡ്സ് ഈസ് ഹാഫ് ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ്. ഇതിപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇൻ എനി ട്രയാങ്കിൾ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് 2 സൈഡ്സ് ഈസ് ഹാഫ് ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സിൻ്റെ മിഡ് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്നത് മൂന്നാമത്തെ സൈഡിൻ്റെ ഹാഫ് ആയിരിക്കും. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്നതനുസരിച്ചിട്ട് ഫിഗർ വരച്ച് നോക്കാം. ഒരു ട്രയാങ്കിൾ വരയ്ക്കുക എ ബി സി. ഇവിടെ പറഞ്ഞിരിക്കുന്നതനുസരിച്ചിട്ട് എ ബി സി. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഡി ഇ ആർ ദ മിഡ് പോയിന്റ്സ് ഓഫ് എ ബി ആൻഡ് എ സി. ഈ എ ബിയുടെ മിഡ് പോയിന്റ് ഡി ആണെന്നും അതുപോലെ എ സിയുടെ മിഡ് പോയിന്റ് ഇ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ലെങ്ത് ഓഫ് ബി സി ഈസ് 8 സെൻറ്റിമീറ്റേഴ്സ്. ഈ മിഡ് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ നമ്മൾ പഠിച്ചല്ലോ, ഒരു ട്രയാങ്കിൾ രണ്ട് സൈഡ്സിൻ്റെ മിഡ് പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്യുന്നത് തേർഡ് സൈഡിൻ്റെ ഹാഫ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ കറക്റ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ലെങ്ത് ഓഫ് ബി സി ഈസ് 8 സെൻറ്റിമീറ്റർ. ബി സി 8 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണ് ഡി എത്രയാണ് വരേണ്ടത്? 4 ആണ്. ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലെങ്ത് ഓഫ് ഡി ഈസ് 5 സെൻറ്റിമീറ്റർ എന്ന്. അപ്പോൾ അത് സ്റ്റേറ്റ്മെൻറ്റ് 1 ഫോൾസ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 ട്രൂ ആണ്. അപ്പോൾ ഈ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ബി. സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ട്രൂ, സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഫോൾസ്. നമ്മൾ പറഞ്ഞില്ല, 1 തെറ്റാണ്, രണ്ടാമത്തേതാണ്, രണ്ടാം സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി. അപ്പോൾ ബി എന്നുള്ള ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഒൻപതാമത്തെ ചോദ്യം, അത് സെക്ഷൻ ബിയിൽ ആദ്യത്തേത്. ഡ്രോ ആൻ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 14 സെൻറ്റിമീറ്റേഴ്സ്. അതായത് 14 സെൻറ്റിമീറ്റർ പെരിമീറ്റർ ഉള്ള ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാനാണ്. 14 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇനി ഈക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ, അപ്പം 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഈ 14 3യുടെ മൾട്ടിപ്ലൈ എത്രയാണ്? തൊട്ടടുത്ത് വരുന്നത് 12 അല്ലേ. 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ 4 സെൻറ്റിമീറ്റർ വെച്ചിട്ട് 4 + 4 + 4 എന്ന് പറയുമ്പോൾ ഒരു 12 സെൻറ്റിമീറ്റർ വരും. അപ്പോൾ ആ 12 സെൻറ്റിമീറ്റർ ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ നമ്മളിവിടെ ഒരു 12 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ വരച്ച് അതിനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട്, അത് ഓരോന്നും 4 സെൻറ്റിമീറ്റർ ആണ്, 4 സെൻറ്റിമീറ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യാം. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തു. ഇനി ഇതിന് പാരലായിട്ട് ഈ ഓരോ നമ്മളിപ്പോൾ ഈ 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഓരോ പോയിന്റിൽ നിന്നും ഈ ലൈന് പാരലായിട്ട് വരയ്ക്കുക. ഇവിടെ പേര് കൊടുക്കാം എ ബി സി. അപ്പോൾ ഈ ബി സിക്ക് പാരലായിട്ട് ഇവിടെ നിന്നും 2 ലൈൻ വരയ്ക്കുക.
സെറ്റ് സ്ക്വയറും സ്കെയിലും ഉപയോഗിച്ചിട്ട് പാരലൈൻ വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. അല്ലെങ്കിൽ സ്കെയില് അനക്കാതെ ഇതിനെ വെച്ചിട്ട് നേരെ ഇങ്ങോട്ട് നീക്കി വരയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ എ ബി എന്നുള്ള ലൈൻ, അതായത് 14 സെൻറ്റിമീറ്ററിനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അല്ലേ. ഒരു പാർട്ട് ഇതാണ് ABC, ഇതിൽ പേര് കൊടുക്കുക DE. 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത്, അപ്പം ഒരു സൈഡ് ഇതായിട്ട്, പിന്നെ ഈ ലെങ്ത് എടുത്തിട്ട് നമ്മൾ ആർക്ക് കട്ട് ചെയ്താൽ നമുക്ക് ആ ട്രയാങ്കിൾ ഫോം ചെയ്യാം. ഈക്വലാറ്റർ ട്രയാങ്കിൾ ആണ്, ഈക്വൽ പാർട്സ് ആണല്ലോ ഇതെല്ലാം. അപ്പം നമ്മൾ ഈ ലെങ്ത് എടുത്ത് ആർക്ക് കട്ട് ചെയ്യുക. ഒരു സൈഡ് ഇതായിട്ടും പിന്നെ താഴോട്ടും ഇവിടെ നിന്നും അതുപോലെ ഇവിടെ നിന്നും ആർക്ക് കട്ട് ചെയ്താൽ എന്നിട്ട് ആ പോയിന്റ് തമ്മിൽ ഈ രണ്ട് എൻഡിൽ നിന്ന് ജോയിൻ ചെയ്യാം, ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യാം. ട്രയാങ്കിൾ ഏതാണ്? ട്രയാങ്കിൾ DEF. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ, ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. പെരിമീറ്റർ 14 സെൻറ്റിമീറ്റർ വരുന്ന ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് ട്രയാങ്കിൾ DEF. 10ാമത്തെ ക്വസ്റ്റ്യൻ. സം ഓഫ് 2 numbers is 41 and their difference is 15. What are the numbers? Sum of 2 numbers is 41 and their difference is 15. What are the numbers? രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മ് 41 തന്നിട്ടുണ്ട്, അതുപോലെ ഡിഫറൻസ് 15. അപ്പം നമ്പേഴ്സ് X and Y ആയിട്ട് എടുക്കുകയാണ്. അപ്പം സം അതിൻ്റെ തുക X + Y എന്താണ്? 41. അതുപോലെ ഡിഫറൻസ് എന്താണ്? അതിൻ്റെ വ്യത്യാസം എന്താണ്? X - Y എന്താണ്? 15. ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 2. 1 + 2. 1 + 2 gives X + X 2X plus Y - Y 0. ഇവിടെ ആഡ് ചെയ്യുമ്പം 56. X is equal to 56 divided by 2 28. അപ്പോൾ ഒരു നമ്പർ കിട്ടി. പിന്നെ അടുത്ത നമ്പർ ഇക്വേഷൻ 1 കൊടുത്താൽ മതി. ഇക്വേഷൻ 1 കൊടുക്കുമ്പോൾ X എന്താണ്? 28 plus Y is equal to 41. Therefore Y is equal to 41 minus 28. 13. Numbers are 13 and 28. 28 and 30. 11ാമത്തെ. Any odd number can be written as the difference of two perfect squares. First part, using this concept, write 15 as the difference of two perfect squares. Second part, draw a square of area 15 square centimeters. ഇവിടെ 15 രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതണം, അല്ലെങ്കിൽ 15 രണ്ട് പൂർണ്ണവർഗ്ഗങ്ങളുടെ വ്യത്യാസമായി എഴുതണം. നമുക്കറിയാലോ 15 നമുക്ക് എങ്ങനെ എഴുതാം? 16 - 1 എന്ന് എഴുതാമല്ലോ. ഈ 16 എന്ന് പറയുന്നത് എന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ, 4 സ്ക്വയർ. അതുപോലെ 1 എന്നുള്ളതിന് 1 സ്ക്വയർ എന്ന് എഴുതാം. 15 is equal to 4 square minus 1 square. 15 രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതി. ഇനി അതിൽ സെക്കൻഡ് പാർട്ട് എന്താണ്? ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ റൂട്ട്സ് 15 സ്ക്വയർ സെൻറ്റിമീറ്റർ. അതായത് ഒരു സ്ക്വയർ വരയ്ക്കണം, അതിൻ്റെ ഏരിയ എന്താണ്? 15 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കണം അതിൻ്റെ ഏരിയ. ഏരിയ 15 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ആ സ്ക്വയറിൻ്റെ സൈഡ് എന്തായിരിക്കും? ഓരോ സൈഡും √15 ആയിരിക്കുമല്ലോ. √15. ഈ √15 നമുക്ക് സ്കെയിലിൽ മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പം അതിനെന്ത് ചെയ്യണം നോക്കാം. നിങ്ങൾ പഠിച്ചിട്ടുള്ളത് തന്നെ. ഇനി ഇതെന്ന് വെച്ചാൽ √15 ഇത് നമുക്ക് 15 is equal to 4 square minus 1 square. √15 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? √15 സ്ക്വയർ is equal to 4 square minus 1 square. അതായത് ഇവിടെ പൈത്തഗോറസ് തിയറം. ഇതൊന്ന് മാറ്റി എഴുതാലോ. 4 square is equal to √15 സ്ക്വയർ. ഈ -1 ഇപ്പുറം വരുമ്പോൾ +1 സ്ക്വയർ എന്നാവും. നമ്മൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരയ്ക്കുക, ഒരു റഫ് സ്കെച്ച് വരയ്ക്കുക. ഇതിൽ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം എന്താണ്? 4 ആണ്. അപ്പോൾ ഇത് 4 ആയിരിക്കും. ഇതാണ് 90 ഡിഗ്രി. ഇതിന് ഓപ്പോസിറ്റാണ് ഹൈപ്പോട്ടന്യൂസ് വരുന്നത്. ഇത് 4 ആയിരിക്കും, പിന്നെ ഇത് 1 ആയിരിക്കും, ഇത് √15 ആയിരിക്കും. ഇത് നമ്മളതെങ്ങനെ വരയ്ക്കും? √15 നമുക്ക് വരയ്ക്കാൻ അറിയില്ല. അപ്പോൾ ആദ്യം ഒരു സ്കെയിൽ എടുത്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് 1 അല്ലേ, അപ്പോൾ ഇവിടെ നിന്ന് 1 എടുക്കുക.
90 ഡിഗ്രി. ഇത് 90 ഡിഗ്രി എടുത്തിട്ട് ഇവിടുന്ന് 1 സെൻറ്റിമീറ്റർ മെഷർ ചെയ്യുക. പിന്നെ ഈ ലെങ്ത് നമുക്കറിയാം 4 ആണ്. കോമ്പസിൽ 4 എടുത്തിട്ട് ഇവിടെ ആർക്ക് കട്ട് ചെയ്യുക. ഇത് 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് √15 ആയിരിക്കും. അപ്പം നമുക്ക് √15 മെഷർമെൻറ്റ് കിട്ടി. ഇനി എങ്ങനെ സ്ക്വയർ വരയ്ക്കും? ഈ ഒരു സൈഡ് കിട്ടിയല്ല, ഇനി നമുക്ക് √15 എടുത്തിട്ട് ഈ മെഷർമെൻറ്റ് എടുത്തിട്ട് സ്ക്വയർ വരയ്ക്കാം. ഇവിടെ നിന്ന് ഒരു 90 ഡിഗ്രി എടുക്കാം. അതുപോലെ ഇവിടെ നിന്ന് 90 ഡിഗ്രി എടുക്കുക. ഈ √15 ഇവിടെ കട്ട് ചെയ്യാം, ഇവിടെ കട്ട് ചെയ്യുക. ഇത് √15 ആണ്, ഇത് √15 ആണ്. ജോയിൻ ചെയ്യുക. ഇതും √15 ആയിരിക്കും. നമ്മുടെ സ്ക്വയർ കംപ്ലീറ്റ് ആയി. 12ാമത്തേതിൽ എ പാർട്ട്. The price of 2 bags and 1 umbrella is 1,150 rupees. The price of 2 bags and 3 umbrellas is 1,850 rupees. What is the price of a bag? What is the price of an umbrella? അപ്പോൾ ഇവിടെ നമുക്ക് ബാഗിൻ്റെ പ്രൈസ് എക്സ് ആയിട്ട് എടുക്കാം. പ്രൈസ് ഓഫ് ബാഗ് എക്സ്, പ്രൈസ് ഓഫ് അംബ്രല്ല വൈ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 bags and 1 umbrella is 1,150 rupees. 2 ബാഗ് എന്ന് പറയുമ്പോൾ 2 into x പ്ലസ് 1 umbrella y, 1 into y is equal to 1,150. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 2 bagsഉം 3 umbrella. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 1 എടുക്കാം. 2 bags എന്ന് പറയുമ്പോൾ 2x, അതുപോലെ 3 umbrella എന്ന് പറയുമ്പോൾ 3y. 2x പ്ലസ് 3y is equal to അത് എത്രയാണ്? 1,850. അത് ഇക്വേഷൻ നമ്പർ 2. ഇനി ഏതെങ്കിലും ഒന്ന് എലിമിനേറ്റ് ചെയ്യണ്ടേ? എക്സോ വൈയോ ഏതെങ്കിലും ഒന്ന് എലിമിനേറ്റ് ചെയ്യണം. ഇവിടെ നോക്കിയാൽ ഇത് രണ്ടിൻ്റെയും കോഎഫിഷ്യൻറ്റ് സെയിം ആണ്. അപ്പോൾ ഇവിടെ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നോക്ക്, ഇതാണ് വലുത്, ഇത് ചെറുത്. അപ്പോൾ 2 - 1. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി അത് താഴോട്ട് എടുത്ത് എഴുതുന്നുണ്ട്. ഈ 1നെ വീണ്ടും താഴോട്ട് എടുത്ത് എഴുതുകയാണ്. 2x പ്ലസ് y is equal to 1,150, ഇക്വേഷൻ നമ്പർ 1. ഇനി 2 - 1. 2 - 1 gives 2x - 2x എന്നാണ് 0. 3y - y എന്താണ്? 2y is equal to ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാം. 0 0 700. 2y is equal to 700. y is equal to 700 divided by 2. 350. y എന്താണ്? പ്രൈസ് ഓഫ് അംബ്രല്ല. അപ്പോൾ അംബ്രല്ലയുടെ പ്രൈസ് കിട്ടി 350 rupees. ഇനി നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്താൽ മതി. ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കാം. 2x പ്ലസ് 3y, 2x പ്ലസ് y. y നമുക്കിവിടെ കിട്ടി 350. 350 is equal to 1,150. 2x is equal to ഇത് ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ മൈനസ് ആവും 800. x is equal to 800 divided by 2, 400. പ്രൈസ് ഓഫ് ബാഗ് എന്താണ്? പ്രൈസ് ഓഫ് ബാഗ് ഈസ് 400 rupees. പ്രൈസ് ഓഫ് അംബ്രല്ല ഈസ് y, 350 rupees. ഓക്കെ. 12ാമത്തേൽ ഓർ ക്വസ്റ്റ്യൻ ബി. ഓഫ് 2 numbers the larger one is 6 times the smaller one. Subtracting the smaller from the larger gives 20. What are the numbers? ഈ പാർട്ടി പറഞ്ഞിരിക്കുന്നത് 2 നമ്പേഴ്സ് ഉണ്ട്, സ്മോളറും ബിഗറും. സ്മോളർ നമ്പർ എക്സ് ആയിട്ട് എടുക്കാം. സ്മോളർ എക്സ്, ലാർജർ വൈ. ലാർജർ സ്മോളറിൻ്റെ 6 times ആണ്, അതായത് 6 ഇരട്ടി. y is equal to 6x. ഇനി രണ്ടിൻ്റെയും ഡിഫറൻസ് 20 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിഫറൻസ് എന്ന് പറയുമ്പോൾ വലുത് y അല്ലേ? y മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 20. വൈയുടെ വാല്യൂ ഇവിടെ അറിയാലോ, y ഇസ് ഈക്വൽ ടു എന്നാണ് 6x. അപ്പോൾ ആ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 6x മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 20. 6x മൈനസ് എക്സ് എന്താണ്? 5x. 5x ഇസ് ഈക്വൽ ടു 20. എക്സ് ഇസ് ഈക്വൽ ടു 20 ഡിവൈഡ് ബൈ 5, 4. അപ്പോൾ എക്സ് 4 കിട്ടി. y എന്തായിരിക്കും? 6x ആണ്. 6 into 4,
24. നമ്പേഴ്സ് ഏതൊക്കെയാണ്? നമ്പേഴ്സ് ആർ 4 and 24. 13ാമത്തേത് the algebraic form of 2-digit numbers ending in 3 is 10x plus 3. First part, write the algebraic form of 2-digit numbers ending in 6. Second part, explain using algebra the product of two different 2-digit numbers ending in 6 also ends in 6. Algebraic form of 2-digit numbers ending in 3 ഇവിടെ പറഞ്ഞിട്ടുണ്ട് 10x plus 3 എന്നാണ്. നമുക്കറിയാലോ ഇപ്പോൾ 43 എങ്ങനെയാണ് എഴുതുന്നത്? 40 plus 3 എന്ന് എഴുതാം. അതായത് 10 into 4 plus 3. അതുപോലെ 53 10 into 5 plus 3. അതിന് ജനറൽ ഫോമാണ് 10x plus 3. അപ്പോൾ എൻഡിങ് ഇൻ 6 എന്തായിരിക്കും? 10x plus 6 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദ ആൾജിബ്രിക് ഫോം ഓഫ് 2-digit നമ്പേഴ്സ് എൻഡിങ് ഇൻ 6. അതെങ്ങനെ എഴുതാം? 10x plus എൻഡിങ് ഇൻ 6 അല്ലേ? 6. ഇതാണ് ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ. സെക്കൻഡ് പാർട്ട് പറഞ്ഞിരിക്കുന്നത് യൂസിങ് ആൾജിബ്ര ദ പ്രോഡക്റ്റ് ഓഫ് 2 different 2-digit നമ്പേഴ്സ് എൻഡിങ് ഇൻ 6 ഓൾസോ എൻഡ്സ് ഇൻ 6. അതായത് 2 ഡിഫറെൻറ്റ് നമ്പേഴ്സ് 6ൽ എൻഡ് ചെയ്യുന്ന 2 ഡിഫറെൻറ്റ് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റും 6ലായിരിക്കും എൻഡ് ചെയ്യുന്നത്. അത് നമ്മൾ പ്രൂവ് ചെയ്യണം, ആൾജിബ്ര യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഒരു നമ്പർ 6ൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പർ 10x plus 6 എന്നും അടുത്ത നമ്പർ 10y plus 6 എന്നും എടുക്കാം. അപ്പോൾ 2 നമ്പേഴ്സ് ഇതൊക്കെയാണ്, 10x plus 6ഉം 10y plus 6ഉം. ഇനി അതിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുക. 10x plus 6 into 10y plus 6. ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്ത് വരും? 10x into 10y 100xy plus 10x into 6 60x plus 6 into 10y 60y plus 6 into 6 36. 100xy പ്ലസ് ഇവിടെ 60, രണ്ടിലും 60 കോമൺ ആണ്. അപ്പോൾ 60 into x plus y plus 36. ഇതിൽ രണ്ടിലും നമുക്ക് 10 പുറത്തെടുക്കാം. 10 പുറത്തെടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? 100xyയിൽ 10 എടുത്താൽ 10xy പ്ലസ് 60ന്ന് 10 എടുത്താൽ പിന്നെ അവിടെ നിന്നുള്ള 6 into x plus y plus 36. 10 into എന്ന് വരുമ്പോൾ എന്ത് വരും? എ നമ്പർ എൻഡിങ് ഇൻ 10. നമ്പർ എൻഡിങ് ഇൻ 0 പ്ലസ് 36. നമ്പർ എൻഡിങ് ഇൻ 0 ഒരു എക്സാമ്പിൾ ഇപ്പോൾ 60 ആണ് വരുന്നതിരിക്കുക. 60 plus 36 എന്താണ്? 96. അല്ലെങ്കിൽ 200 ആണ്. 200 plus 36 എന്താണ്? 236. ഇതെല്ലാം എൻഡിങ് ഇൻ 6 അല്ലേ? ദെർഫോർ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? നമ്പർ എൻഡിങ് ഇൻ 6. എൻഡിങ് ഇൻ 6. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. Product of 2 different 2-digit numbers ending in 6 also ends in 6. 14 A. First part, for any two positive numbers xy, x plus 2, y plus 2 is equal to xy plus dash plus 4. Fill in the blanks. Second part, the sum of two even numbers is 26 and their product is 144. What is the product of the even numbers next to each? x plus 2 into y plus 2 is equal to xy plus dash plus 4. Fill in the blanks ആണ്. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. x plus 2 into y plus 2, x into y xy, x into y പിന്നെ എന്താണ്? x into 2 2x plus 2 into y 2y plus 2 into 2 4. അതിൽ എക്സ് വൈ പ്ലസ് ഇതിൽ രണ്ടിലും 2 കോമൺ ആയിട്ടുണ്ട്. അത് 2 പുറത്തെടുക്കുമ്പോൾ ഇവിടെ എക്സ് പ്ലസ് വൈ പ്ലസ് 4. എക്സ് വൈയും 4ഉം ഇവിടെയുണ്ട്. മിസ്സിംഗ് ടേം എന്താണ്? 2 into എക്സ് പ്ലസ് വൈ. അതിൽ സെക്കൻഡ് പാർട്ട് സം ഓഫ് 2 ഈവൻ നമ്പേഴ്സ് ഇസ് 26 ആൻഡ് ദെയർ പ്രൊഡക്റ്റ് ഈസ് 144. വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഈവൻ നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച്? അതായത് 2 ഈവൻ നമ്പേഴ്സിൻ്റെ
സമ്മ് 26 ആണ്. രണ്ട് ഇരട്ട സംഖ്യകളുടെ തുക 26 ആണ്. അപ്പം നമ്പേഴ്സ് നമുക്ക് എക്സും വൈ ആയിട്ട് എടുക്കാം. എക്സ് പ്ലസ് വൈ എന്താണ്? 26. പിന്നെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ പ്രൊഡക്റ്റ് എന്താണ്? അതിൻ്റെ ഗുണനഫലം 144 തന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൾ 26, എക്സ് വൈ ഈസ് ഈക്വൾ ടു 144. അടുത്ത ഇപ്പം ഒരു ഈവൺ നമ്പർ എക്സ് ആണെങ്കിൽ അടുത്ത ഈവൺ നമ്പർ എന്താണ്? അടുത്ത ഈവൺ നമ്പർ കിട്ടാനായിട്ട് അതിനോട് 2 ആഡ് ചെയ്യണം അല്ലേ? എക്സ് പ്ലസ് 2. അതുപോലെ വൈ കഴിഞ്ഞാൽ അടുത്ത ഈവൺ നമ്പർ എന്താണ്? വൈ പ്ലസ് 2. അപ്പം നെക്സ്റ്റ് 2 നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഇത് രണ്ടുമാണ്, എക്സ് പ്ലസ് 2 ആൻഡ് വൈ പ്ലസ് 2. അതിൻ്റെ പ്രൊഡക്റ്റാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എക്സ് പ്ലസ് 2 ഇൻറ്റു വൈ പ്ലസ് 2 ഇസ് ഈക്വൽ ടു, നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ചെയ്തില്ലേ, എക്സ് പ്ലസ് 2 ഇൻറ്റു വൈ പ്ലസ് 2. അപ്പം അത് നോക്കിയാൽ മതി. എക്സ് വൈ പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് 4. ഇവിടെ എക്സ് വൈ ഫസ്റ്റ് ടൈം എക്സ് വൈ പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ, അതൊന്നുകൂടെ എടുത്ത് എഴുതുകയാണ്, എക്സ് പ്ലസ് വൈ പ്ലസ് 4. ഇനി എക്സ് വൈ നമുക്കറിയാം എന്താണ്? 144 പ്ലസ് 2 എക്സ് പ്ലസ് വൈ 26 ആണ്. അപ്പോൾ 2 ഇൻറ്റു 26 പ്ലസ് 4. 144 പ്ലസ് 2 ഇൻറ്റു 26 52 പ്ലസ് 4. 144ഉം 52 പ്ലസ് 4 എന്നാണ് 56. ഇത് ആഡ് ചെയ്യുമ്പം 200. ആൻസർ ഈസ് 200. അപ്പോൾ ഇതുപോലെ അതിന് മുന്നേ നമുക്ക് ഇതുപോലെ ഒരു ഐഡൻറ്റിറ്റി തന്നിട്ട് അത് റിലേറ്റ് ചെയ്ത് ചെയ്യാനുള്ള പ്രോബ്ലം ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് നോക്കുക. 14 ഓർ ക്വസ്റ്റ്യൻ ബി പാർട്ട്. ദ ഏരിയ ഓഫ് എ റെക്ടാംഗിൾ വിത്ത് ലെങ്ത് എക്സ് മീറ്റർ ബ്രെഡ്ത്ത് വൈ മീറ്റർ ഈസ് 96 സ്ക്വയർ മീറ്റേഴ്സ്. വെൻ ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ആർ ഇൻക്രീസ്ഡ് ബൈ 1 meter, the area becomes 117 square meters. Then first part, find x plus y. Second part, what is the perimeter of the first rectangle? പറഞ്ഞിരിക്കുന്നത് ഒരു റെക്ടാംഗിളിന്റെ ലെങ്ത് എക്സ് മീറ്ററും ബ്രെഡ്ത്ത് വൈ മീറ്ററുമാണ്. അതുപോലെ അതിന്റെ ഏരിയ 96 സ്ക്വയർ മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഏരിയ എന്താണ്? റെക്ടാംഗിളിന്റെ ഏരിയ അറിയാലോ. ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്, എക്സ് ഇൻറ്റു വൈ. എക്സ് വൈ ഇസ് ഈക്വൾ ടു ഇവിടെ തന്നിട്ടുണ്ട് 96 മീറ്റർ സ്ക്വയറും തന്നിട്ടുണ്ട്. എക്സ് വൈ ഇസ് ഈക്വൾ ടു 96. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ആർ ഇൻക്രീസ്ഡ് ബൈ 1 meter. ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താവും? എക്സ് പ്ലസ് 1 meter ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. അതുപോലെ ബ്രെഡ്ത്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താവും? വൈ പ്ലസ് 1. അങ്ങനെയാണെങ്കിൽ ദ ഏരിയ ബിക്കംസ് 117. 1 meter രണ്ടും ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഏരിയ എന്താണ്? എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 ആണ്. അത് എത്രയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്? 170. ഇനി ഫസ്റ്റ് പാർട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എക്സ് പ്ലസ് വൈ ആണ്. നമുക്ക് എക്സ് വൈ അറിയാം, അതുപോലെ എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 അറിയാം. ഈ എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1ന്റെ എക്സ്പാൻഷൻ എന്താണ്? എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ പ്ലസ് എക്സ് ഇൻറ്റു 1 എക്സ് പ്ലസ് വൈ ഇൻറ്റു 1 വൈ പ്ലസ് 1. ഇതാണ് എക്സ്പാൻഷൻ വരുന്നത്. എക്സ് വൈ പ്ലസ് ഇതൊന്നും ബ്രാക്കറ്റിലിടുകയാണ്, എക്സ് പ്ലസ് വൈ പ്ലസ് 1. ഇനി എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 നമുക്ക് അറിയാം എന്താണ്? 117. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഇതാണ്, എക്സ് പ്ലസ് വൈ ആണ്. അപ്പോൾ ഇതൊന്ന് തിരിച്ചെഴുതുകയാണ്. എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1 ഇസ് ഈക്വൾ ടു എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1. എക്സ് വൈ എന്താണ്? 96 പ്ലസ് എക്സ് പ്ലസ് വൈ അറിയില്ല, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പ്ലസ് 1 ഇസ് ഈക്വൾ ടു എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 170. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൾ ടു 117. ഇവിടെ 96 പ്ലസ് 1 97. ദെൻ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൾ ടു 117 മൈനസ് 97 20. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്താണ്? 20. അതാണ് ഫസ്റ്റ് പാർട്ട് ചോദിച്ചിരിക്കുന്നത്, എക്സ് പ്ലസ് വൈ 20. ഇനി സെക്കൻഡ് പാർട്ട് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ എന്താണെന്ന്. ഫസ്റ്റ് റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ. സെക്കൻഡ് പാർട്ട് ഇവിടെ ചെയ്യാണ് പെരിമീറ്റർ. പെരിമീറ്റർ എന്താണ്? 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. ഫസ്റ്റ് റെക്റ്റാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എക്സും വൈയും ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ അറിയാം, നമുക്ക് കിട്ടി 20 ആണെന്ന്. ദെയർഫോർ പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 20. 40 യൂണിറ്റ് എല്ലാം മീറ്ററിലാണ്. 40 മീറ്റർ. പെരിമീറ്റർ ഇസ് 40 മീറ്റർ. സെക്ഷൻ സിയിൽ
15ാമത്തെ ക്വസ്റ്റ്യൻ അതിലെ എ പാർട്ട് നോക്കിയാൽ ഇൻ ദ ഫിഗർ എ ഡി ഈസ് പെർപെൻഡിക്കുലർ ടു ബി സി എ ബി സി ഈക്വൽ ടു 2 meters, എ ഡി സി ഈക്വൽ ടു സി ഡി സി ഈക്വൽ ടു 1 meter, എ സി സി ഈക്വൽ ടു ഡാഷ് ബി ഡി സി ഈക്വൽ ടു ഡാഷ് കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി അപ് ടു എ സെൻറ്റിമീറ്റർ. ഇവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട് എ ബി സി, അതിൽ പറഞ്ഞിട്ടുണ്ട് എ ഡി 1 ആണ്, സി ഡി 1 ആണ്, പിന്നെ എ ബി 2 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ടുപിടിക്കേണ്ടത് എ സി ആണ്. എ സി ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ, അപ്പോൾ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്ത് നമുക്ക് എ സി കണ്ടുപിടിക്കാം. എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ, അങ്ങനെ എ സി കിട്ടും. പിന്നെ ബി ഡി കണ്ടുപിടിക്കുന്നതാണ് ഈ റൈറ്റ് ട്രയാങ്കിൾ എടുക്കുക. ഇവിടെ ബി ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ മൈനസ് എ ഡി സ്ക്വയർ. എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ഡി സ്ക്വയർ പ്ലസ് ഡി സി സ്ക്വയർ. എ ഡി സ്ക്വയർ എന്താണ് 1 സ്ക്വയർ, അതുപോലെ ഡി സിയും 1 ആണ്. 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്താണ് 1 + 1 2. ദെർഫോർ എ സി ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2. ഫസ്റ്റ് പാർട്ട് ചോദിച്ചിരിക്കുന്നത് എ സി ആണ്. എ സി ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2. ഇനി സെക്കൻഡ് പാർട്ട് ബി ഡി ആണ്. ബി ഡി കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ട്രയാങ്കിൾ എടുക്കുക. ട്രയാങ്കിൾ എ ബി ഡി. ബി ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇത് നമുക്ക് ഇതാണ് ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഈ സൈഡ് കണ്ടുപിടിക്കാൻ ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയറിൽ നിന്ന് ഈ സൈഡിൻ്റെ സ്ക്വയർ മൈനസ് ചെയ്യണം. എ ബി സ്ക്വയർ മൈനസ് എ ഡി സ്ക്വയർ. എ ബി സ്ക്വയർ എന്താണ്, എ ബി തന്നിട്ടുണ്ട് 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. 2 സ്ക്വയർ എന്താണ് 4 മൈനസ് 1 3. ദെർഫോർ ബി ഡി എന്ത് വരും സ്ക്വയർ റൂട്ട് ഓഫ് 3. അപ്പോൾ സെക്കൻഡ് പാർട്ട് ബി ഡി ഇസ് ഈക്വൽ ടു BD is root 3. Second part BD is equal to root 3. ഇനി തേർഡ് പാർട്ട് പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ഈ എ ബി സിയുടെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. പെരിമീറ്റർ എന്താണ് എ ബി പ്ലസ് ബി സി പ്ലസ് എ സി ആണ്. തേർഡ് പാർട്ട് perimeter of triangle ABC. AB plus BC plus CA. 3 സൈഡും കൂടെ കൂട്ടുന്നതാണല്ലോ പെരിമീറ്റർ. എ ബി എന്താണ്, എ ബി 2 പ്ലസ് ബി സി നമ്മളിവിടെ ബി ഡി കണ്ടുപിടിച്ചു. ബി ഡി എന്താണ് റൂട്ട് 3. അപ്പോൾ ബി സി എന്താണ് ബി ഡി പ്ലസ് ഡി സി റൂട്ട് 3 പ്ലസ് 1 പ്ലസ് സി എ സി കണ്ടുപിടിച്ചല്ല നേരത്തെ റൂട്ട് 2 പ്ലസ് 1 3 പ്ലസ് റൂട്ട് 3 പ്ലസ് റൂട്ട് 2. റൂട്ട് 3യുടെ വാല്യൂ എന്താണ് 1.732. 3 പ്ലസ് 1.732 പ്ലസ് റൂട്ട് 2ൻ്റെ വാല്യൂ എന്താണ് 1.414. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. 1.732 1.414 3. 6.146 കിട്ടും. പെരിമീറ്റർ എന്താണ് 6.146. ഇത്രയും മീറ്റർ ആണ്. ഇതെല്ലാം മീറ്റേഴ്സിലാണ്. ഇവർ ആൻസർ ചോദിച്ചിരിക്കുന്നത് അപ് ടു എ സെൻറ്റിമീറ്റർ എന്നാണ്. ഇത് സെൻറ്റിമീറ്റർ ആക്കുമ്പോൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 614.6 സെൻറ്റിമീറ്റർ. ഇതാണ് പെരിമീറ്റർ. 15ാമത്തെ ചോദ്യത്തിൻ്റെ ബി പാർട്ടാണ് കേട്ടോ. ഓർ ക്വസ്റ്റ്യൻ ഇൻ ദ ഫിഗർ ബി സി ഡി ഈസ് എ സ്ക്വയർ. ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ബി സി ഡി ഒരു സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ ബി is equal to 2 centimeters and എ is equal to 3 centimeters. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ ബി സി ഡി. അതിൽ ഫസ്റ്റ് പാർട്ട് ചോദിച്ചിരിക്കുന്നത് ഈ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. സെക്കൻഡ് പാർട്ട് വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ, ഇതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുക. തേർഡ് പാർട്ട് ഹൗ മച്ച് ഗ്രേറ്റർ ഇൻ ദ പെരിമീറ്റർ ഓഫ് സ്ക്വയർ ബി സി ഡി ദാൻ ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ എ ബി. മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഈ സ്ക്വയറിൻ്റെ പെരിമീറ്ററും ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററും തമ്മിലുള്ള ഡിഫറൻസ്. ട്രയാങ്കിൾ മീൻസ് ഈ ട്രയാങ്കിൾ എ ബി ഇ. അപ്പം നമുക്ക് ആദ്യം ഇവിടെ എന്താണ്
വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ? സ്ക്വയറിൻ്റെ ഏരിയ എന്താണ്? സൈഡ് ഇൻറ്റു സൈഡ്. അപ്പം നമുക്ക് സ്ക്വയറിൻ്റെ സൈഡ് കണ്ടുപിടിക്കണം. ഇവിടെ 2 മെഷർമെൻറ്റ്സ് തന്നിട്ടുണ്ട്, ഈ ട്രയാങ്കിളിൻ്റെ ഈ 2 സൈഡും. ഈ സൈഡ് കിട്ടിയാൽ അത് സ്ക്വയറിൻ്റെ ഒരു സൈഡല്ലേ? സ്ക്വയറിൻ്റെ സൈഡ്സ് എല്ലാം ഈക്വൽ ആണ്. അപ്പം നമ്മൾ ഇത് ആദ്യം കണ്ടുപിടിക്കുക, BE. പൈത്തഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് BE കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്ക്വയറിൻ്റെ സൈഡ് കണ്ടുപിടിക്കാം. ഈ ട്രയാങ്കിൾ ABയിൽ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്ത് BE കണ്ടുപിടിക്കാം. BE സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? AE സ്ക്വയറിൽ നിന്ന് ABയുടെ സ്ക്വയർ മൈനസ് ചെയ്യുക. ഇതാണ് ഹൈപ്പോട്ടന്യൂസ്. AE സ്ക്വയർ മൈനസ് AB സ്ക്വയർ. AE എന്താണ്? 3. 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. 3 സ്ക്വയർ 9, 2 സ്ക്വയർ 4, 9 മൈനസ് 4 എന്താണ്? 5 കിട്ടും. BE സ്ക്വയർ ആണ് 5. അങ്ങനെയാണെങ്കിൽ BE എന്തായിരിക്കും? BE അതിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് 5. റൂട്ട് 5 സെൻറ്റിമീറ്റർ ആണ് ഇത് കിട്ടുന്നത്. ഈ BE എന്നുള്ളത് റൂട്ട് 5 കിട്ടി. ഇത് സ്ക്വയർ അല്ല, അപ്പം എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ഇത് റൂട്ട് 5 ആണ്, ഇത് റൂട്ട് 5 ആണ്, ഇത് റൂട്ട് 5 ആണ്. ഓക്കെ, ഇനി ഫസ്റ്റ് പാർട്ട് ചോദിച്ചിരിക്കുന്ന വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ BCD. ഈ BCD എന്ന് പറഞ്ഞ സ്ക്വയറിൻ്റെ ഏരിയ. ഫസ്റ്റ് പാർട്ട് ഏരിയ ഓഫ് ദ സ്ക്വയർ BCDE. സൈഡ് ഇൻറ്റു സൈഡ് റൂട്ട് 5 ഇൻറ്റു റൂട്ട് 5. റൂട്ട് 5 ഇൻറ്റു റൂട്ട് 5 എന്നാണ് 5 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതാണ് ഫസ്റ്റ് പാർട്ട്. ഈ സെക്കൻഡ് പാർട്ട് എന്താണ്? വാട്ട് ഇസ് ദ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ BCD. സെക്കൻഡ് പാർട്ട് പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ BCD സീക്കോട്ട്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും കൂടെ ആഡ് ചെയ്യുന്നത്. ഇവിടെ സൈഡ്സ് എല്ലാം ഈക്വൽ ആണ്, 4 സൈഡ്സ് ഉണ്ട്. അപ്പോൾ 4 ഇൻറ്റു 1 സൈഡ്. ഒരു സൈഡ് എത്രയാണ്? റൂട്ട് 5. അപ്പോൾ 4 റൂട്ട് 5. ഇവിടെ റൂട്ട് 5ൻ്റെ വാല്യൂ ഇവർ തന്നിട്ടുണ്ട്. എന്താണ്? അപ്രോക്സിമേറ്റ് വാല്യൂ പറഞ്ഞിട്ടുണ്ട് 2.23 എന്ന്. അപ്പോൾ 4 ഇൻറ്റു 2.23. അപ്പോൾ എന്ത് വരും? ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ്. അപ്പോൾ ആൻസറിലും 2 ഡിജിറ്റ്. 8.92 സെൻറ്റിമീറ്റർ ആണ് സ്ക്വയറിൻ്റെ പെരിമീറ്റർ. ഇനി മൂന്നാമത്തെ പാർട്ട് എന്താണ്? പെരിമീറ്റർ. ഇതിൻ്റെയും കൂടി പെരിമീറ്റർ കണ്ടുപിടിച്ചിട്ട് ഇതിനേക്കാൾ എത്ര കൂടുതലാണ് ഈ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABE. അതിൻ്റെ സൈഡ്സ് എന്തൊക്കെയാണ്? ഒരു സൈഡ് 3, ഒരു സൈഡ് 2, ഒരു സൈഡ് റൂട്ട് 5. 3 + 2 5. 5 പ്ലസ് റൂട്ട് 5ൻ്റെ വാല്യൂ എത്രയാണ്? ഇവിടെ തന്നിട്ടുണ്ടല്ലോ 2.23. അപ്പോൾ എന്ത് വരും? 7.23 സെൻറ്റിമീറ്റർ. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ ട്രയാങ്കിളിനേക്കാൾ എത്ര കൂടുതലാണ് സ്ക്വയറിൻ്റെ പെരിമീറ്റർ. സ്ക്വയറിൻ്റെ ഇതാണ്. അപ്പോൾ ഡിഫറൻസ് ഓഫ് പെരിമീറ്റർ എന്താണ്? 8.92 7.23 കൂടെ ഇതിന് ഇത് മൈനസ് ചെയ്യാം. 1.69 ആണ് ഈ പെരിമീറ്റർ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ സ്ക്വയറിൻ്റെ പെരിമീറ്റർ ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററിനേക്കാൾ 1.69 സെൻറ്റിമീറ്റർ കൂടുതലാണ്. പെരിമീറ്റർ ഓഫ് സ്ക്വയർ EBCD or BCDE is 1.69 centimeter greater than perimeter of triangle ABE. ട്രയാങ്കിളിനേക്കാൾ 1.69 സെൻറ്റിമീറ്റർ പെരിമീറ്റർ കൂടുതലാണ് സ്ക്വയറിൻ്റെ പെരിമീറ്റർ. ഓക്കെ, 16ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എനി മന്ത് ഓഫ് എ കലണ്ടർ മാർക്ക് 4 adjacent numbers which form a square. Find the difference of the diagonal products
എക്സ്പ്ലെയിൻ യൂസിങ് ആൾജിബ്ര വൈ ദ ഡിഫറൻസ് ഈസ് ദ സെയിം നമ്പർ ഇൻ ഓൾ സച്ച് സ്ക്വയേഴ്സ്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കലണ്ടറിൽ നിന്ന് 4 അഡ്ജസൻറ്റ് നമ്പേഴ്സ് ഉള്ളൊരു സ്ക്വയർ എടുക്കാൻ, എന്നിട്ട് ഡയഗണൽ പ്രൊഡക്ട്സിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ, അത് ആൾജിബ്ര യൂസ് ചെയ്തിട്ട് ആ ഡിഫറൻസ് സെയിം ആയിരിക്കും എന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട്. നമ്മൾ കലണ്ടറിൽ ഒരു 4 നമ്പേഴ്സ് വരുന്നൊരു സ്ക്വയർ എടുത്തു. ഇവിടെ 3 എന്ന് എടുക്കുകയാണ്. അപ്പോൾ ഈ നമ്പർ എന്തായിരിക്കും? 4 ആയിരിക്കും. താഴോട്ടുള്ള നമ്പർ കിട്ടാൻ 7 കൂട്ടുക. അപ്പോൾ ഇവിടെ എന്ത് വരും? 10. 3 7 10. ഇവിടെ എന്ത് വരും? 4 7 11. ഇതറിയാമല്ലോ നിങ്ങൾക്ക്. ഇനി ഡയഗണൽ പ്രൊഡക്ട്സിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ, അതായത് 10 × 4 അതുപോലെ 11 × 3 ഇതിൻ്റെ ഡിഫറൻസ്. പത്ത് ഇൻറ്റു 4 മൈനസ് 11 ഇൻറ്റു 3 40 മൈനസ് 33. ഡിഫറൻസ് എത്രയാണ്? 7. അപ്പം ഡയഗണൽ പ്രൊഡക്ട്സിൻ്റെ ഡിഫറൻസ് 7 ആണെന്ന് കിട്ടി. ഫൈൻഡ് ദ ഡിഫറൻസ് ഓഫ് ഡയഗണൽ പ്രൊഡക്ട്സ്. ഇതാണ് ഫസ്റ്റ് പാർട്ട് ചോദിച്ചിരിക്കുന്നത്. ഇനി സെക്കൻഡ് പാർട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? എക്സ്പ്ലെയിൻ യൂസിങ് ആൾജിബ്ര വൈ ഡിഫറൻസ് ഈസ് ദ സെയിം നമ്പർ ഇൻ ഓൾ സച്ച് സ്ക്വയേഴ്സ്. ഇത് നമ്മളൊരു ആൾജിബ്ര യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യണം ഈ ഡിഫറൻസ് സെയിം ആണെന്നുള്ളത്, അല്ലെങ്കിൽ ബീജഗണിതം ഉപയോഗിച്ച് പ്രൂവ് ചെയ്യണം. അപ്പം നമ്മൾ എക്സ് എന്നുള്ള രീതിയിൽ എടുക്കുക. ആൾജിബ്ര യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ. ഫസ്റ്റ് നമ്പർ എക്സ് എന്നെടുത്താൽ ഈ നമ്പർ എന്തായിരിക്കും? x+1. ഈ നമ്പർ എന്തായിരിക്കും? x+7. ഈ നമ്പർ എന്തായിരിക്കും? x+1 + 7. അപ്പം എന്ത് വരും? x+8. ഇനി ഡയഗണൽ പ്രൊഡക്ട്സ് x+7 ഇൻറ്റു x+1 മൈനസ് എക്സ് ഇൻറ്റു x+8. ഡിഫറൻസ് ഓഫ് ഡയഗണൽ പ്രൊഡക്ട്സ്. ഡയഗണൽ പ്രൊഡക്ട്സിൻ്റെ ഡിഫറൻസ് എന്ത് വരും? x+7 ഇൻറ്റു x+1 x+7 ഇൻറ്റു x+1 മൈനസ് പിന്നെ ഇത് എക്സ് ഇൻറ്റു x+8. x+7 ഇൻറ്റു x+1 അത് ആദ്യം എക്സ്പാൻഡ് ചെയ്യുക. എക്സ് ഇൻറ്റു എക്സ് x² പ്ലസ് എക്സ് ഇൻറ്റു 1 എക്സ് പ്ലസ് ഈ 7 കൊണ്ട് 7 ഇൻറ്റു എക്സ് 7x പ്ലസ് 7 ഇൻറ്റു 1 7 മൈനസ് ഇതിന് ഇതുകൊണ്ട് അപ്പോൾ ഈ ബ്രാക്കറ്റിൽ എഴുതുക ഈ ടേംസ്. എക്സ് ഇൻറ്റു എക്സ് x² പ്ലസ് എക്സ് ഇൻറ്റു 8 8x x² പ്ലസ് എക്സ് 7x പ്ലസ് 1x എന്താണ്? 8x. എക്സ് പ്ലസ് 7x 8x ആയി പ്ലസ് 7. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. മൈനസ് x² മൈനസ് 8x. x² മൈനസ് 8x² പോയി, 8x മൈനസ് 8x പോയി, പിന്നെ ഇവിടെ വരുന്നതാണ് ഓൺലി 7. അപ്പോൾ നമ്മളിവിടെ പ്രൂവ് ചെയ്തില്ലേ ഡയഗണൽ പ്രൊഡക്ട്സിൻ്റെ ഡിഫറൻസ് 7 ആണെന്ന് നമ്മൾ ആൾജിബ്ര യൂസ് ചെയ്ത് പ്രൂവ് ചെയ്ത്. ഓക്കെ, 17ാമത്തെ ചോദ്യം നോക്കാം. ഓഫ് 2 നമ്പേഴ്സ് 13 added to a number gives equal to twice the second number. 7 added to the second number gives twice the first number. What are the numbers? ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 നമ്പേഴ്സിൽ 13 ആഡഡ് ടു ഒരു നമ്പറിനോട് 13 കൂട്ടിയാൽ രണ്ടാമത്തെ നമ്പറിൻ്റെ ഇരട്ടിയായിരിക്കും. സെക്കൻഡ് നമ്പറിനോട് 7 കൂട്ടിയാൽ ഫസ്റ്റ് നമ്പറിൻ്റെ ഇരട്ടിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ നമ്പേഴ്സ്? അതായത് 2 നമ്പേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ നമ്പറിനോടിൻ്റെ കൂടെ 13 കൂട്ടിയാൽ രണ്ടാമത്തെ നമ്പറിൻ്റെ ഇരട്ടി കിട്ടും. അതുപോലെ രണ്ടാമത്തെ നമ്പറിനോട് 7 കൂട്ടിയാൽ ആദ്യത്തെ നമ്പറിൻ്റെ ഇരട്ടി കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് എത്ര? അപ്പം നമുക്കിവിടെ നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ, എക്സും വൈയും ആയിട്ട് എടുക്കാം. ഫസ്റ്റ് നമ്പർ എക്സും സെക്കൻഡ് നമ്പർ വൈയും. ഇനി ഫസ്റ്റ് നമ്പറിൻ്റെ കൂടെ 13 ആഡ് ചെയ്താൽ സെക്കൻഡ് നമ്പറിൻ്റെ ട്വൈസ്, അതായത് സെക്കൻഡ് നമ്പർ 2 ആണ്. ട്വൈസ് എന്ന് പറയുമ്പോൾ 2 × y 2y.
നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ഇനി സെക്കൻഡ് നമ്പറിന്റെ കൂടെ, സെക്കൻഡ് നമ്പർ y അല്ലേ, ഇതിന്റെ കൂടെ 7 ആഡ് ചെയ്താൽ ഫസ്റ്റ് നമ്പറിന്റെ ട്വൈസ് 2x. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്ക് സെക്കൻഡ് ഇക്വേഷനിൽ y ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 2x മൈനസ് 7 എഴുതാമല്ലോ. y ഈസ് ഈക്വൽ ടു 2x മൈനസ് 7. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇക്വേഷൻ എക്സിനും എങ്ങനെ വേണമെങ്കിലും, ഒന്നില്ലെങ്കിൽ എക്സിന് ഇക്വേഷൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ വൈക്ക് ഉണ്ടാക്കാം. ഇവിടെ ഈ y ഈസ് ഈക്വൽ ടു 2x മൈനസ് 7 നമുക്ക് കിട്ടി. അത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുക. y ഈസ് ഈക്വൽ ടു 2x മൈനസ് 7 ഇൻ ഇക്വേഷൻ നമ്പർ 1 കൊടുത്താൽ എങ്ങനെ വരും? x പ്ലസ് 13 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു വൈക്ക് പകരം ഇത് കൊടുക്കുക, 2x മൈനസ് 7. x പ്ലസ് 13 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 2x 4x, 2 ഇൻറ്റു 7 14. ഇനി എക്സിൻ്റെ ടൈംസ് എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരിക. അപ്പം 4x ഇതൊന്ന് തിരിച്ചെഴുതുകയാണ്. 4x മൈനസ് 14 ഇസ് ഈക്വൽ ടു ഇത് ഇപ്പുറത്തേക്കും x പ്ലസ് 13. ഇനി എക്സിന് ഇപ്പുറത്തേക്ക് എടുക്കുക. 4x ടൈംസ് എല്ലാം ഒരു സൈഡിലാക്കുക. 13 4x മൈനസ് എക്സ്, ഈ എക്സിനെ ഇങ്ങോട്ട് എടുത്ത് ഇവിടെ ഒരു 13 ഉണ്ട്. ഈ മൈനസ് 14 ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് 14. 4x മൈനസ് എക്സ് എന്താണ്? 3x. 3x ഇസ് ഈക്വൽ ടു 27. therefore x is equal to 27 divided by 3, 9. അപ്പോൾ എക്സ് എന്ത് കിട്ടി? എക്സ് 9 കിട്ടി. ഇനി y കണ്ടുപിടിക്കാമല്ലോ. y എന്താണ്? എക്സിൻ്റെ വാല്യൂ കൊടുക്കുക ഇതിൽ. y is equal to 2x minus 7. അപ്പോൾ 2 ഇൻറ്റു y is 2 ഇൻറ്റു 9 മൈനസ് 7. 18 മൈനസ് 7 11. y എന്ത് കിട്ടി? 11. അപ്പം നമ്പേഴ്സ് എന്തൊക്കെയാണ്? 9ഉം 11ഉം. ഇനി നമുക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം, ആൻസർ കറക്റ്റ് ആണോ ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഫസ്റ്റ് നമ്പറിൻ്റെ കൂടെ 13 കൂട്ടിയാൽ, അപ്പോൾ 9 പ്ലസ് 13 എന്ന് പറഞ്ഞാൽ 22 ആണ്. അത് സെക്കൻഡ് നമ്പറിൻ്റെ ഡബിൾ അല്ലേ, 11 ഇൻറ്റു 2 അല്ലേ? ഓക്കെ. 18ാമത്തെ ചോദ്യം നോക്കാം. ഇൻ ദ ട്രയാങ്കിൾ ABC, BC ഈസ് പാരലൽ ടു DE. ഇവിടെ ട്രയാങ്കിൾ ABC തന്നിട്ടുണ്ട്, BC ഈസ് പാരലൽ ടു DE എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്? AB ഈസ് ഈക്വൽ 9 സെൻറ്റിമീറ്റർ, AB 9 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ AD 3 സെൻറ്റിമീറ്റർ ആണ്. ആൻഡ് AC 6 സെൻറ്റിമീറ്റർ. ഇത്രയും തന്നിട്ടുണ്ട്. AD ഈസ് ഫൈൻഡ് AD ഈസ് ടു AB ഈക്വൽസ് ഡാഷ്, A ഈസ് ടു AC ഈക്വൽസ് ഡാഷ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AE ആൻഡ് EC. AEയുടെ ECയുടെ ലെങ്ത് കണ്ടുപിടിക്കണം. ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് AD ഈസ് ടു AB. AD എത്രയാണ്? 3 തന്നിട്ടുണ്ട്. അതുപോലെ BD 6ഉം AB 9 തന്നിട്ടുണ്ട്. AD ഈസ് ടു AB. AD എന്താണ്? 3. 3 ഈസ് ടു AB എന്താണ്? AB എന്താണ്? 9. അപ്പോൾ 3:9 എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? 3:9. അത് നമുക്ക് വീണ്ടും ചെറുതാക്കാമല്ലോ. 2നെ ഡിവൈഡ് ബൈ 3 ചെയ്താൽ 1:3. അപ്പോൾ ആൻസർ എന്താണ്? 1:3. AD ഈസ് ടു AB എന്നുള്ളത്. സെക്കൻഡ് പാർട്ട് AE ഈസ് ടു AC. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡിയും BCയും പാരലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ AD ഈസ് ടു ABയും അതുപോലെ AE ഈസ് ടു ACയും ഈക്വൽ ആണ്. ഇപ്പം AE ഈസ് ടു AC, AD ഈസ് ടു AB തന്നെയല്ലേ, ഇത് തന്നെയല്ലേ ഇത് വരുന്നത്. അതുകൊണ്ട് ആൻസർ ഇവിടെ എന്താണ്? 1:3. ഇനി മൂന്നാമത്തെ പാർട്ട് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AE കണ്ടുപിടിക്കണം, പിന്നെ ECയും. AEയും കണ്ടുപിടിക്കണം, ECയും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? AD ബൈ AB ഈക്വൽസ് AE ബൈ AC അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇത് പാരലൽ ലൈൻസ് ആണ്. അപ്പോൾ AD ബൈ AB, AD ബൈ AB ഈക്വൽസ്
AE by AC. AE divided by AC. AD എന്താണ് 3. AB എന്താണ് AB 9 is equal to AE നമുക്കറിയില്ല, അതുകൊണ്ട് AE എന്ന് തന്നെ എഴുതി. ഡിവൈഡഡ് ബൈ AC എന്താണ് AC 6. therefore AE is equal to 3/9 ഇവിടെ ഉള്ളത്. ഈ 6 ഇവിടെ വരുമ്പോൾ ഇൻറ്റു 6 ആവും. 3 ഇതിൽ 3 ടൈംസ്, 3 6 2 ടൈംസ്. അപ്പോൾ AE is equal to 2 സെൻറ്റിമീറ്റർ. AE കിട്ടി. ഇനി നമുക്ക് AE കിട്ടി, ഇനി EC കണ്ടുപിടിക്കണം. EC എന്ന് പറഞ്ഞാൽ AC എന്ന് AE മൈനസ് ചെയ്യണതല്ലേ. EC ഈക്വൽസ് AC മൈനസ് AE. AC എന്താണ് 6 മൈനസ് AE നമ്മളിപ്പോൾ കണ്ടുപിടിച്ച്. ഇത് എത്രയാണ് 4 സെൻറ്റിമീറ്റർ. ഓക്കെ. 19ാമത്തേൽ A പാർട്ട്. 2 times a number added to 3 times another number gives 52. 6 times of the first number added to 5 times of the second number gives 108. What are the numbers? ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 times a number, ഒരു നമ്പറിൻ്റെ 2 ടൈംസ്, അത് ഇരട്ടി. രണ്ടാമത്തെ നമ്പറിൻ്റെ 3 ടൈംസ് കൂടെ ആഡ് ചെയ്താൽ 52. അത് ആദ്യത്തെ നമ്പറിൻ്റെ ട്വൈസും രണ്ടാമത്തെ നമ്പറിൻ്റെ 3 ടൈംസും. ആദ്യത്തെ നമ്പറിൻ്റെ ഇരട്ടിയും രണ്ടാമത്തെ നമ്പറിൻ്റെ 3 ഇരട്ടിയും കൂടെ കൂട്ടിയാൽ 52 കിട്ടും. 6 times of the first number added to 5 times of the second number gives 108. അത് ഫസ്റ്റ് നമ്പറിൻ്റെ 6 ടൈംസ് 6 ഇരട്ടിയും അതുപോലെ സെക്കൻഡ് നമ്പറിൻ്റെ 5 ടൈംസ് 5 ഇരട്ടിയും കൂടി ആഡ് ചെയ്താൽ 108 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് എത്രയാ? അപ്പം നമുക്ക് ഇവിടെ നമ്പേഴ്സ് എക്സും വൈയും ആയിട്ട് എടുക്കാം. നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ നമ്പറിൻ്റെ 2 ടൈംസ്, ആദ്യത്തെ നമ്പർ എക്സ് ആണ്. അപ്പോൾ 2 ടൈംസ് എന്ന് പറയുമ്പോൾ 2x. അതിനോടുകൂടി രണ്ടാമത്തെ നമ്പറിൻ്റെ 3 ടൈംസ് 3y. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്രയാണ് കിട്ടുന്നത്? 52. അത് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് 6 ടൈംസ് ഓഫ് ഫസ്റ്റ് നമ്പർ. 6 ടൈംസ് എന്ന് പറയുമ്പോൾ 6x പ്ലസ് 5 ടൈംസ് ഓഫ് സെക്കൻഡ് നമ്പർ 5 ഇൻറ്റു y 5y is equal to 108. അത് ഇക്വേഷൻ നമ്പർ 2. ഇനി ഇത് രണ്ടും കൂടി സോൾവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ ഏതിൻ്റെങ്കിലും കോഎഫിഷ്യൻറ്റ് സെയിം ആയിട്ട് വന്നാലല്ലേ, ഒന്നില്ലെങ്കിൽ മൈനസ് ചെയ്യണം അല്ലെങ്കിൽ ആഡ് ചെയ്യണം, 0 ആക്കണം. അത് ഒരു വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്യണം. ഇവിടെ നോക്ക്, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റും ഡിഫറൻ്റ് ആണ്, വൈയുടെ കോഎഫിഷ്യൻറ്റും ഡിഫറൻ്റ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒന്നിൻ്റെ കോഎഫിഷ്യൻറ്റ് ഈക്വൽ ആക്കണം. ഈ ഫസ്റ്റ് ഇക്വേഷൻ നോക്കിയാൽ ഇതിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 2 ആണ്, രണ്ടാമത്തിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 6 ആണ്. അപ്പോൾ ഇതിനെ ഇൻറ്റു 3 ചെയ്താൽ ഇത് 6x ആവൂലേ? അപ്പോൾ ഒരേപോലെ വരുമല്ലോ. അപ്പോൾ അതാണ് ഇവിടെ ചെയ്യുന്നത്. ഇക്വേഷൻ 1 ഇൻറ്റു 3. ഇക്വേഷൻ 1 ഇൻറ്റു 3 എന്ത് വരും? 1 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ ഹോൾ ആ ഇക്വേഷനെ ഇൻറ്റു ചെയ്യണം, അത് ഓർക്കണം. അപ്പോൾ 2x ഇൻറ്റു 3 6x പ്ലസ് 3 ഇൻറ്റു 3y 9y 3 ഇൻറ്റു 52 156. അപ്പോൾ അടുത്തൊരു ഇക്വേഷൻ കിട്ടി. ഇത് ഇക്വേഷൻ നമ്പർ 3. ഇനി നോക്ക്, ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാം അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാം. അതായത് എങ്ങനെ കുറച്ചാലും ശരിയാണ്. പക്ഷേ ഇവിടെ നോക്കി, ഇവിടെ 156 ആണ്, ഇവിടെ 108. അപ്പോൾ ഇതല്ലേ ചെറുത്. അപ്പോൾ ഇത് താഴോട്ട് എഴുതി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. അപ്പോൾ ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഒന്ന് എടുത്ത് എഴുതുന്നു എന്ന് മാത്രം. അതായത് മൈനസൊക്കെ വന്നിട്ടൊരു കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഇത് ഇക്വേഷൻ നമ്പർ 2 തന്നെയാണ്. എന്നിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് 3 മൈനസ് 2 gives 6x മൈനസ് 6x എന്നാണ് 0. 9y നിന്ന് 5y കുറച്ചാൽ 4y. 156 നിന്ന് 158 കുറക്കുക എന്ത് വരും? 48. അപ്പോൾ y is equal to 48 ഡിവൈഡഡ് ബൈ 4. പിന്നെ ഇനി സിമ്പിൾ വേഗം കിട്ടും, 12. അപ്പോൾ y കിട്ടി. ഇനി ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഈ വൈയുടെ വാല്യൂ കൊടുത്താൽ എക്സും കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കാം. ഫസ്റ്റ് ഇക്വേഷൻ 2x
പ്ലസ് 3 ഇൻറ്റു വൈയുടെ വാല്യൂ എന്താണ് 12 ഇസ് ഈക്വൽ ടു 52 ആണ്. 2x പ്ലസ് 3 ഇൻറ്റു 12 എന്താണ് 36 ഇസ് ഈക്വൽ ടു 52. 2x ഇസ് ഈക്വൽ ടു 52 മൈനസ് 36 16. 2x is equal to 16. Therefore, x is equal to എന്ത് വരും 16 by 2 8. രണ്ട് നമ്പേഴ്സും കിട്ടി. നമ്പേഴ്സ് ഏതൊക്കെയാണ്? നമ്പേഴ്സ് ആർ 8 and 12. ഇതാണ് നമ്മുടെ ആൻസർ. നമ്പേഴ്സ് ആർ 8 and 12. ഈ കാൽക്കുലേഷൻ ഒന്നും കൂടെ നോക്കിക്കോ. 2x plus 36 is equal to 52. 2x is equal to 52 minus 36 16 വരും. x is equal to 16 by 2 that is 8. x 8 y 12. ഓക്കെ. 19 ബി. എ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ആഫ്റ്റർ ആഡിങ് 1 to its numerator becomes 1 by 5. If instead 1 is added to the denominator and then simplified, it becomes 1 by 6. What is the fraction? അതായത് ഒരു ഫ്രാക്ഷനിൽ അതിന് ന്യൂമറേറ്ററിനോട് 1 ആഡ് ചെയ്താൽ ആ ഫ്രാക്ഷൻ 1 by 5 ആകും. മറിച്ച് ഡിനോമിനേറ്ററിനോട് 1 ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഫ്രാക്ഷൻ 1 by 6 ആകും. അങ്ങനെയാണെങ്കിൽ ആ ഫ്രാക്ഷൻ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നുകൂടെ പറയാം. ഒരു ഭിന്നസംഖ്യ അതിൻ്റെ അംശത്തോട് 1 കൂട്ടിയാൽ അത് 1/5 ആവും. അതിൻ്റെ ഛേദത്തോട് 1 കൂട്ടിയാൽ അത് 1/6 ആകും. അങ്ങനെയാണെങ്കിൽ ആ ഭിന്നസംഖ്യ ഏത്? അപ്പം നമുക്കിവിടെ ഫ്രാക്ഷൻ എക്സ് ബൈ വൈ എന്ന് എടുക്കാം. ഫ്രാക്ഷൻ എക്സ് ബൈ വൈ, എക്സ് ബൈ വൈ. ഇനി ന്യൂമറേറ്ററോട് 1 കൂട്ടുവാൻ, 1 ആഡ് ചെയ്യാൻ, അതായത് എക്സ് പ്ലസ് 1 ബൈ വൈ. അപ്പോൾ ആ ഫ്രാക്ഷൻ ഇങ്ങനെ ആവൂലേ? ന്യൂമറേറ്ററിനോട് 1 കൂട്ടിയാൽ അതെങ്ങനെ ഒരു എക്സ് പ്ലസ് 1 ബൈ വൈ. അപ്പോൾ ഫ്രാക്ഷൻ എന്താണ് ആവുന്നത്? 1 by 5 ആവും. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഇവിടെ എന്ത് വരും? 5 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു വൈ ഇൻറ്റു 1. 5x പ്ലസ് 5 ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇസ് ഈക്വൽ ടു വൈ. അപ്പോൾ ഇവിടെ നമുക്ക് വൈ തിരിച്ചൊന്ന് എഴുതണം. വൈ ഇസ് ഈക്വൽ ടു 5x പ്ലസ് 5 എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടി. ഇത് ഇക്വേഷൻ നമ്പർ 1 ഇരിക്കട്ടെ. ഇനി നമുക്ക് ഡിനോമിനേറ്റർ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? എക്സ് ബൈ വൈ പ്ലസ് 1. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഫ്രാക്ഷൻ എത്രയാണ് ആവുമെന്ന് പറഞ്ഞാൽ 1 by 6 ആണ്. ഇതേപോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 6x, 6 ഇൻറ്റു എക്സ് 6x. വൈ പ്ലസ് 1 ഇൻറ്റു 1 എന്ത് വരും? വൈ പ്ലസ് 1 തന്നെ. 6x ഇസ് ഈക്വൽ ടു വൈ പ്ലസ് 1 എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടി. ഇക്വേഷൻ നമ്പർ 2. ഇവിടെ നമുക്ക് വൈക്ക് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വൈയുടെ വാല്യൂ ഇതിൽ കൊടുത്താൽ ഈ ഫുൾ ഇക്വേഷൻ എക്സ് എന്നുള്ളൊരു ടേമിൽ മാത്രമാവും. എക്സ് എന്നുള്ളൊരു വേരിയബിൾ. അപ്പോൾ നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു 5x പ്ലസ് 5 ഇൻ ഇക്വേഷൻ 2 അതിൽ കൊടുക്കുക. വൈയുടെ വാല്യൂ ഈ ഇക്വേഷനിൽ കൊടുക്കുക. ഇക്വേഷൻ തന്നെ വരും 6x ഇസ് ഈക്വൽ ടു വൈക്ക് പകരം നമുക്ക് എന്തെഴുതാം? 5x പ്ലസ് 5 പ്ലസ് പിന്നെ ഇവിടെ ഒരു 1 ഇല്ലേ? 1. അപ്പം 6x ഇസ് ഈക്വൽ ടു 5x പ്ലസ് 6 എന്ന് കിട്ടി. ഇനി എക്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ എക്സ് എല്ലാം ഒരു സൈഡിലേക്ക് എടുക്കുക. 5x ഇത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് 5x ഇസ് ഈക്വൽ ടു 6. 6xൽ നിന്ന് 5x കുറച്ചാൽ x ഇസ് ഈക്വൽ ടു 6. നമുക്ക് എക്സ് കിട്ടി. ഇനി വൈയും കൂടെ കണ്ടുപിടിക്കണം. ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഈ വാല്യൂ കൊടുത്താൽ മതി. വൈ എന്താണ്? 5x പ്ലസ് 5 അല്ലേ? അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു 5x പ്ലസ് 5. 5 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ 6 ആണ്. പ്ലസ് 5 ഇൻറ്റു 6 30. 30 പ്ലസ് 5 ഇസ് ഈക്വൽ ടു 35. അപ്പോൾ എക്സ് എന്ത് കിട്ടി? 6. വൈ എന്ത് കിട്ടി? 35. ഫ്രാക്ഷൻ എന്തായിരിക്കും? Therefore, fraction is x by y അല്ലേ? x എന്താണ്? 6 by 35.